ഞങ്ങളുടെ അഡ്വഞ്ചർ തുടങ്ങാൻ പോവുകയാണ് ഗൈസ്. മഞ്ഞ് കാണാനായിട്ടുള്ള കാർത്തിക്കിന്റെ വർഷയുടെ യാത്ര ഇവിടെ ആരംഭിക്കുന്നു. ലെറ്റ്സ് ഗോ ഗൈസ്. 3 മണിയായി രാവിലെ. സന്ധ്യ ഇപ്പം വണ്ടി കൊണ്ട് വരും. ഇതാണ് ഞങ്ങളുടെ മുതുക്ക് ബാഗ്. വർഷ ഇന്ന് ഗെറ്റ് റെഡി, എയർപോർട്ട് ഗെറ്റ് റെഡി വിത്ത് മീ ആയി ഗൈസ്. ആ കുഞ്ഞു ബാഗ് അച്ഛാ. അമ്മ ഞങ്ങൾ പോയിട്ട് വരാവേ. ടാറ്റാ. അയ്യോ 3:15 പോണം. പോയിട്ട് വരാവച്ചാ. ടാറ്റാ ഗൈസ്. സന്ദീപ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. സന്ദീപേ പോവാടാ, പെട്ടെന്ന് പോണം കേട്ടാ. ഞങ്ങളേടാ ഡൽഹിക്ക് പോണ്. ഓ ഇന്നലെ രാത്രി തീരുമാനിച്ചത്. ഞങ്ങള് മഞ്ഞ് കാണാൻ പോണടാ. എടാ ആ മഞ്ഞല്ല, ഞങ്ങള് മറ്റേ ഉരുട്ടിയെടുക്കാൻ പറഞ്ഞ മഞ്ഞ് കാണാൻ. അത് എവിടെയുണ്ടോ അവിടെ പോവേണം. കണ്ടുപിടിച്ച് നമ്മള് ഉരുട്ടി എടുത്തിട്ടേ വരുവുള്ളൂ തിരിച്ച്. സെറ്റ്. എയർപോർട്ടിൽ എത്തട്ടെ നമ്മള് കേസ്. 5:05 ഫ്ലൈറ്റ്. ഇപ്പോൾ 3:15. 3:30 അവിടെ എത്തണം. ഇവിടെ നിന്ന് ഒരു 15-20 മിനിറ്റ് എടുക്കുള്ളൂ എയർപോർട്ടിലോട്ട്. നീ ഒന്ന് ചവിട്ടി വിട്ടോ, പെട്ടെന്ന് പോട്ടെ കേസ്. എത്തി കേസ്. ട്രിവാൻഡ്രം എയർപോർട്ട് ടെർമിനൽ 1 കറക്റ്റ് 3:30 കേട്ടോ ഇവിടെ എത്തിയപ്പം. ഗൈസ് ഇവിടെ ഫ്ലൈറ്റ് ഉണ്ടാ, എയർപോർട്ട് ഒഴിഞ്ഞു കിടക്കണം. സന്ധ്യ പോയിട്ട് വരാം അവിടെ. ടാറ്റാ. ഞങ്ങളുടെ ചെക്ക് ഇൻ ചെയ്ത് അകത്തോട്ട് കയറട്ടെ ഗൈസ്. ടിക്കറ്റ് കിട്ടി, ഫ്ലൈറ്റ് കിട്ടിയാൽ മതിയായിരുന്നു. അവിടെ ബാഗിൽ നിന്ന് ഒരു ടാഗ് അടിച്ച് ഇനി അടുത്ത ബോർഡിംഗ് പാസ് എടുക്കട്ടെ ഇവിടെ നിന്ന്. ഗൈസ് ഞങ്ങളുടെ 2 പേരുടെ ബോർഡിംഗ് പാസും കിട്ടി. എടി ഇത് നമുക്ക് കളക്ട് ചെയ്യണ്ടേ? സുജിത്ത് ബ്രോ കളക്ട് ചെയ്യണാണെങ്കിൽ. അതെ ഓക്കെ. സ്കൂൾ പിള്ളേരെ കണക്ക് പോവേണം എൻ്റെ ബാഗും തൂക്കി. ഓക്കെ ഇനി പോയി സെക്യൂരിറ്റി ചെക്കിൽ നിൽക്കട്ടെ. ഓ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് കയറി ഗൈസ്. ഇതിൻ്റെ ആദ്യത്തെ ഡൊമസ്റ്റിക് ചെക്ക് ഇല്ലല്ലേടാ. നോക്കണേ ഗൈസ്. ഡൊമസ്റ്റിക് നാട്ടിൽ പോണതിന് മുന്നേ അവൾ 2 ഇന്റർനാഷണൽ അടിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ വലുതായിട്ടൊന്നും കാണാനില്ലടാ. നമുക്ക് കുറച്ച് വെള്ളം വാങ്ങായിരുന്നല്ലേ. കുറച്ച് ദിവസമായി നമ്മൾ ഡൊമസ്റ്റിക്കിലോട്ട് വന്നിട്ട്. ഹലോ ഡൊമസ്റ്റിക്, ഹൗ ആർ യു? ആണല്ലേ, വർഷങ്ങളായല്ലേ. ഗൈസ് വെള്ളം വാങ്ങിച്ചപ്പോഴേ അവിടെ നിന്ന് കുറച്ച് നമുക്കൊരു മുട്ടായി തന്നിട്ട് ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞല്ലേ. ഓ മെരി ക്രിസ്മസ്. ഓ വലിയ ഹാപ്പി മതി വന്നേക്കാം. താങ്ക് യു. ഹാപ്പി ക്രിസ്മസ് ടു യു ഗൈസ് ടു. ഗൈസ് ഞാൻ ഒരു വലിയ മണ്ടത്തരം കാണിച്ച് ഞാൻ എൻ്റെ മോണോപോഡ് എടുക്കാൻ വിട്ടുപോയി. എന്ന് പറഞ്ഞാൽ ട്രൈപോഡ് ഒന്നും എടുത്തില്ല. ഇനി എന്തെങ്കിലും വെച്ച് സ്റ്റേബിൾ ഷോട്ട് എടുക്കണമെങ്കിൽ ഡൽഹിയിൽ ഇറങ്ങിയിട്ട് വാങ്ങിക്കാം. ഡൽഹിയിൽ ഇറങ്ങിയിട്ട് മേടിക്കാം. ആ ഒരു വഴിയുള്ളു ഗൈസിന്. പക്ഷേ എന്നാലും എന്തെങ്കിലും ഒന്നും മറക്കാതെ നമ്മൾ ഇറങ്ങിയില്ല. അത് നമ്മുടെ എനിക്കറിഞ്ഞൂടാ തലയിൽ എഴുത്താണ് ഗൈസ്. ഇവിടെ ഉണ്ട് സൈഡിലായിട്ട്. ഓക്കെ ഞങ്ങളുടെ ബോർഡിങ് തുടങ്ങിയെന്ന് പറഞ്ഞു. ഞങ്ങൾ പോയി കയറട്ടെ. എന്നാ ഞാൻ ഒരു സത്യം പറയട്ടെ ഗൈസ്, ഞങ്ങളുടെ ഗേറ്റ് 2 ആണ്. അവിടെ ബോർഡിങ് തുടങ്ങിയില്ല. ഇപ്പം 4ാമത്തെ ഗേറ്റിലുള്ളവരുടെ കൂടെ ഞങ്ങൾ മാംഗ്ലൂരോട്ട് പോയേനെ. ഓക്കെ അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എത്തിയാൽ മതിയെന്ന്. പക്ഷെ മാംഗ്ലൂർ നമുക്ക് മഞ്ഞ് കാണാൻ പറ്റൂല. മഞ്ഞാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രിഫറൻസ് ഇപ്പോൾ. പക്ഷെ എങ്ങനെ ഇരിക്കുമായിരിക്കും അല്ലേ കയ്യിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ. മഞ്ഞ് നിന്റെ കയ്യിലെന്തോ അത് മറ്റേ കല്യാണത്തിന് ഒരു മൈലേജ് ഇട്ടത് ബാക്കി എല്ലായിടത്തും പോയി. ഇവിടെ മാത്രം എന്തോ പറ്റിയിരിക്കുന്നു. ഓക്കെ ശരി, ഞങ്ങളുടെ ഗേറ്റ് തുറന്നിട്ട് കയറാം. അത് നമ്മളെയാണ് ഗേസ് വിളിച്ചേക്കണത്. നമ്മൾ 14ആണ്. ഇവിടെ എത്തിയപ്പോൾ ചെറുതായിട്ട് തണുപ്പടിച്ചു തുടങ്ങിയ ഗൈസ്. ഞങ്ങള് അവിടെ പോകുമ്പോൾ ഇടാനായിട്ടുള്ള ഇന്നർ ഉണ്ടല്ലോ, അത് ഓൾറെഡി അകത്തിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ചൂടായിട്ട് നടക്കുകയാണ് നമ്മൾ. അങ്ങനെ വീണ്ടും ഒരു ഫ്ലൈറ്റിലേക്ക് ഞങ്ങൾ കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 14 ഇയും ഡിയും ഡിയും ഇയും. അങ്ങനെ മഞ്ഞ് കാണാനുള്ള ഞങ്ങളെ യാത്ര ഇവിടെ തുടങ്ങുകയാണ് ഗൈസ്. ഹലോ ഹലോ. അപ്പൊ ഇത് എന്തൊരു കാണുന്നത്, നടുക്ക് നോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. അപ്പൊ എന്തിനാ നിങ്ങളും മഞ്ഞ് കാണാൻ പോവാണോ? നിങ്ങൾ മഞ്ഞ് കാണാൻ പോവാ? മണാലി, തജിക്കിസ്ഥാനോ? ഓ ഇത് വേറെ രാജ്യമാണ്. നമ്മൾ പാസ്പോർട്ട് എടുത്തില്ല. ആര്? ഞാനോ? മാമ സിനിമയിൽ അഭിനയിച്ച അതെ TV സ്റ്റാർ, സിനിമ സ്റ്റാർ ആയില്ല. പിള്ളേര് ഇരിക്കട്ടെ. ചിലവൊന്നും പറയാൻ പറ്റൂല. കണ്ടിട്ടുണ്ടല്ലേടാ മക്കളെ? കണ്ടിട്ടുണ്ടെന്ന് തന്നെ. അമ്മിടുക്കനാണ്. ഓക്കെ സിനി ഇരുന്ന് ഒരു ഉറക്കം ഉറങ്ങട്ടെ. നമ്മൾ 1 മണിക്കൂർ ഞാൻ ഉറങ്ങി. നീ ഉറങ്ങി? അലാറം അടിച്ചല്ലേ. ഇനി വണ്ടി എന്നൊക്കെ ഫ്ലൈറ്റ് ഇരുന്ന് ഒരു 3 മണിക്കൂർ സോളിഡ് ആയിട്ട് ഉറങ്ങാം ഗൈസ്. ഇങ്ങനെ സോളിഡ് ആയിട്ട് ഉറങ്ങാം ഗൈസ്. ഓക്കെ ഇനി കണ്ണടച്ചിട്ട് കണ്ണ് തുറക്കുമ്പോൾ ഞാൻ വരാം.
ഒരു ഒന്നൊന്നര ഉറക്കം ഉറങ്ങി ഗൈസ്. 8:30 ആയപ്പോഴത്തേക്കും ഇല്ല 8:05 ആയപ്പോഴത്തേക്കും ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ് ഗുയിസ്. വെൽക്കം ടു ഡൽഹി. ഉറക്കം വിട്ടില്ല കേട്ടോ. അപ്പോഴത്തേക്ക് എത്തിയെന്നൊക്കെ. നമ്മള് അടുത്തായിട്ട് ബാഗ് എടുക്കാനായിട്ട് പോവാണ് ഗൈസ്. ഒരെണ്ണം ബാഗേജ് ചെക്കിനിലൂടെ കയറ്റി വിട്ടില്ല. അങ്ങോട്ട് നോക്കൂ ഞാൻ പൂ ക്രിസ്മസ് അപ്പൂപ്പം നടുക്ക് നിൽപ്പുണ്ട്. നമ്മളുണ്ടല്ലോ ഗൈസ് ഇവിടെ ഇറങ്ങിയപ്പോ ഇപ്പോ കറന്റ്ലി 9 ഡിഗ്രി സെൽഷ്യസ് ആണ് പുറത്ത്. അപ്പോൾ നല്ല തണുപ്പ് കാണും. സ്വെറ്ററും അകത്ത് മറ്റേ ഇത് ഇട്ടത് നന്നായില്ലേ ഇപ്പം. ആദ്യം പോയി ബാഗ് എടുക്കട്ടെ നമുക്ക്. കമോൺ ഗൈസ് താണ്ട് നമ്മുടെ ബാഗാണെങ്കിൽ കൺവെയൻസ് ബെൽറ്റിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങി കിടക്കുന്നു. എന്താ ആരാ അതിന്റെ പുറത്തിറക്കിയതൊക്കെ ഗൈസ്? ചുമ്മാ ബാഗ് തന്നില്ല കേട്ടോ. അവിടെ ഒരു ചേട്ടൻ നിന്ന് നമ്മുടെ ബോർഡിംഗ് പാസ് വാങ്ങി നമുക്ക് വെരിഫൈ ചെയ്ത് തന്നോളൂ. ഞാൻ വിചാരിച്ച് വെറുതെ താഴെപ്പൊക്കെ ഇട്ടേക്കണം എടുത്തോണ്ട് പോകണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അല്ല, ഒരു നോക്കിയിട്ട് തന്നോളൂ. നമ്മൾ ഡൽഹിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തണുപ്പുണ്ടല്ലേ ഗൈസ്? നല്ല തണുപ്പുണ്ട് കേട്ടാ. കുറച്ചു കാലമായി 9 ഡിഗ്രിയിലൊക്കെ ഒന്ന് ഇറങ്ങി നടന്നിട്ട്. തണുപ്പുണ്ട് ഗൈസ്. അപ്പൊ ഇനി ഇതിലോട്ട് നമ്മുടെ ബോഡി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരണം കുറച്ച്. അയ്യോ ഞാൻ ശരിക്കും 9 ഡിഗ്രി എന്താണ് ഫീൽ ചെയ്യണമെന്ന് മറന്നേ പോയായിരുന്നടാ. എന്നോല് മെട്രോ ടിക്കറ്റ് കൗണ്ടറോ? നമുക്ക് മെട്രോ എടുത്ത് പോവാം ഇവിടെ നിന്ന് ഗൈസ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം നമുക്ക് കൊണാർക്ക് പ്ലേസിലോട്ടൊന്ന് പോവാം. കൊണാർക്ക് പ്ലേസ് ആണ് ആദ്യത്തെ എൻ്റെ ഡെസ്റ്റിനേഷൻ. കൊണാർക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഡൽഹിയുടെ കറക്റ്റ് സെന്റർ ആയിട്ട് വരും. തണുക്കുന്നുണ്ടല്ലേ? നമുക്ക് മെട്രോയിൽ കയറാം ഗൈസ്. ഇങ്ങോട്ട് പോണം. നിനക്ക് എയറിന് എന്തെങ്കിലും വ്യത്യാസം തോന്നണുണ്ടോ? ഒന്നുമില്ല. നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലത്ത് 207 ആണ് ഗൈസ് എയർ ക്വാളിറ്റി ഇൻഡെക്സ്. അത് വലിയ കുഴപ്പമില്ല. ആണോ? എന്റെ ഫോണിൽ ഇത്ര കാലമായി മിസ് ചെയ്യുന്നു ഞാൻ. ഇവിടെ താമസിക്കണല്ല, ഇതുപോലൊന്നും വരുന്നത് ഗൈസ്. ഞാൻ മെട്രോ ടിക്കറ്റ് എടുത്തേ. പണ്ട് ഇവിടെ ടോക്കൺ ആയിരുന്നു, ഇപ്പൊ ഇവിടെ പേപ്പർ ആക്കിയ നമ്മളാ. അയ്യോ ടോക്കൺ നല്ല രസമായിരുന്നു ഗൈസ്. ഇതാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള മെട്രോ റെയിൽ ശൃംഖല എന്നാണ് എൻ്റെ അറിവിൽ. നമുക്ക് പോവേണ്ടത് കാശ്മീരി ഗേറ്റ് അല്ല, രാജീവ് ചോക്ക്, പട്ടേൽ ചോക്ക്, ഇവിടെ ആയിരുന്നു ഗൈസ്. ശിവാജി സ്റ്റേഡിയം അല്ല, ശിവാജി സ്റ്റേഡിയത്തിന് ടിക്കറ്റ് ആണ് അങ്ങനെ തന്നത്. പക്ഷെ നമുക്ക് പോവേണ്ടത് പട്ടേൽ ചോക്ക്, രാജീവ് ചോക്കിലായിരുന്നു. നോക്കട്ടെ ഗൈസ്, നമുക്ക് ടിക്കറ്റ് തന്ന നമുക്ക് ശിവാജി സ്റ്റേഡിയത്തിൻ്റെയാണ് തന്നത്. അപ്പോൾ നമുക്ക് ശിവാജി സ്റ്റേഡിയത്തിന് ആക്ച്വലി 10 മിനിറ്റ് നടന്നാൽ മതി. നമ്മൾ കറങ്ങി തിരിഞ്ഞ് രാജീവ് ചോക്കിൽ പോയി ഇറങ്ങണ്ട. അപ്പോൾ നേരെ ഓഫ് ടു CP. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ശിവാജി സ്റ്റേഡിയത്തിലോട്ട് പോവാം. എത്തി ഗൈസ്, എത്തി. മെട്രോ എത്തിയിരിക്കുന്നു. ബാഗ് 2 ഇവിടെ ചാമ്പി ഗൈസ്. ഞങ്ങൾ ഇവിടെ സീറ്റും പിടിച്ച്. ഡൽഹിയിലെ എയർപോർട്ട് മെട്രോയിൽ മാത്രമാണ് ഇങ്ങനത്തെ സീറ്റ്. മറ്റത് നോർമൽ മെട്രോ നമ്മുടെ കൊച്ചി മെട്രോ പോലെ തന്നെയാണ്. സൈഡിൽ സീറ്റ് വരണത്. അപ്പൊ നമുക്ക് എല്ലാം കാണാനുള്ള അവസരം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. 9:30 ആയപ്പോൾ നമ്മൾ ശിവാജി സ്റ്റേഡിയം എത്തി ഗൈസ്. നമുക്ക് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഗൈസ്. വന്നിറങ്ങിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ മെട്രോയുടെ ടിക്കറ്റ് കളഞ്ഞേട്ടാ. അപ്പം അവിടെ നിന്ന് കൊച്ചിനാക്കിയോ പാവം ടൂറിസ്റ്റ് ആണെന്നും പറഞ്ഞിട്ട് എൻ്റെ ഇത് പെനാൽറ്റി വാങ്ങിയില്ല. എൻ്റെ ടിക്കറ്റിന്റെ പൈസ മാത്രമേ വാങ്ങിയുള്ളൂ. അപ്പം ഞാൻ ചോദിച്ച ഗൈസ്, ടോക്കൺ സെറ്റപ്പ് മാറ്റിയിട്ട് 2-3 വർഷമായിരുന്നു. പുറത്തോട്ട് ഇറങ്ങി നേരെ നടക്കുകയാണ് ഗൈസ്. അവിടെയാണ് CP. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഹൽദിറാംസ് ഒരു നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. വന്ന ഉടനെ സ്ട്രീറ്റ് ഫുഡിലോട്ട് കയറി നമ്മുടെ വയറ് കുളമാക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഉച്ചയ്ക്ക് തുടങ്ങാം. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ലൈറ്റായിട്ട് ഹൽദിറാംസിന് ഒരു നോർത്ത് ഇന്ത്യൻ ഭട്ടൂരയോ പൂരിയോ എന്തെങ്കിലുമൊക്കെ ചാമ്പാ കേസ്. അപ്പോൾ ഇവിടെ നിന്ന് 10 മിനിറ്റ് നടന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നടക്കുന്ന കുഴപ്പമില്ലല്ലോ എടാ. ഇവിടെ നമുക്ക് ഇതൊക്കെ റെന്റിനെടുക്കാൻ പറ്റും കേട്ടോ. സ്കൂട്ടറാണെന്ന് തോന്നുന്നു, ഇലക്ട്രിക് സ്കൂട്ടർ. തണുപ്പ് എങ്ങനെ ഉണ്ടടാ? നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേസ്. ഇങ്ങനെ എടുക്കുമ്പോഴേ ഭയങ്കര തണുപ്പ്, കണ്ണൊക്കെ തണുത്ത്. ഗൈസ്, നമ്മൾ പോണ വഴിക്ക് താണ്ട ഇത് ശ്രീ ഹനുമാൻ കച്ചോടി, ശ്രീ രാം കച്ചോടി. ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള സ്പോട്ടാണ് കേട്ടോ. അപ്പം ഇവിടെ ആണെങ്കിൽ കച്ചോടിയൊക്കെ കിട്ടും നമുക്ക് കഴിക്കാനായിട്ട്. ഞാൻ വിചാരിക്കുന്നു ഇവിടെ ഇപ്പം കയറണ്ട, ഇവിടെ പിന്നീട് എപ്പോഴെങ്കിലും കയറാം. രാവിലെ കുറച്ച് ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിക്കാം. ബാ, ഇതൊക്കെ നല്ല ഫുഡാണ് കേട്ടോ. ഇതൊക്കെ ഇവിടെ ഒന്നും വലിയ ബുദ്ധിമുട്ട് വരാത്ത രീതിക്കുള്ള ഫുഡുകളാണ്.
നോക്ക് കുറേ കുരങ്ങന്മാരിരിക്കണം അവിടെ. ഇതൊരു മന്ദിർ ഏരിയ ആണെന്ന് തോന്നുന്നു കേട്ടാ, ഹനുമാൻ മന്ദിർ ആണെന്ന് തോന്നുന്നു. എനിക്ക് ഒരുപാട് കുരങ്ങന്മാരൊക്കെ ഇരിക്കണം. ഇപ്പം നമ്മൾ CPയുടെ ഇന്നർ സർക്കിളിലോട്ട് നടക്കുകയാണ് കേട്ടാടാ. CP ആണ് ഡൽഹിയുടെ കറക്റ്റ് സെൻറ്റർ ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഡൽഹിയുടെ ഓൾമോസ്റ്റ് എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഇതിനെ കാണാൻ പറ്റും. അങ്ങ് അറ്റം ദരിദ്രരിൽ നിന്ന് ഇങ്ങ് അറ്റം പണക്കാർ വരെ ഇവിടെ വന്ന് കറങ്ങും. നേരത്തെ നമ്മൾ പശുവിനെ പൊതച്ച് കിട്ടി, അതിനറിയാം ആരും അതിനൊന്നും ശല്യം ചെയ്യൂലെന്ന്. അപ്പോഴത്തേക്കും ഇത് ഇവിടെ നിനക്ക് എല്ലാം കാണാൻ പറ്റും. കുഞ്ഞാ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമുക്കൊരു കൾച്ചറൽ ഷോക്കായിരിക്കും. കാരണം അങ്ങ് അറ്റം വൃത്തിയില്ലാത്ത ഏരിയകളും കാണും. ഈ വെള്ള ബിൽഡിംഗ് ഒക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ തൂണുകളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ തുപ്പിയിട്ട് മറ്റേ പാൻ മസാല തുപ്പി വെച്ചേക്കണം കാണാൻ പറ്റും. അതെ, അതൊരു ദാക്ഷിണ്യം ഇല്ലാതെ ഇവിടുത്തെ ആൾക്കാർ ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പം നമുക്ക് എന്നിട്ട് ഈ സൈഡിൽ കണ്ട, ഇതാണ് പാലിക ബസാറിൻ്റെ കോംപ്ലക്സ്. അണ്ടർഗ്രൗണ്ടിൽ ഇരിക്കുന്ന ഒരു ചെറിയൊരു ഷോപ്പിംഗ് മോൾ പോലത്തെ സെറ്റപ്പാണ്. അതായത് നമ്മൾ പടി ഇറങ്ങി താഴോട്ട് ചെല്ലുമ്പോൾ താഴോട്ട് പോകാൻ പറ്റും നമുക്ക്. കണ്ടോ ഈ ഒരു ഏരിയയിലായിട്ട് വരും പാലിക ബസാർ. നമുക്ക് ഹൽദിറാംസ് നേരെ പോയിട്ട് പിന്നെ അങ്ങോട്ട് പോകണം. കണ്ട ഗൈസ്, പാലിക ബസാർ ഗേറ്റ് നമ്പർ 2, അതുവഴിയും നമുക്ക് കയറാം. അണ്ടർഗ്രൗണ്ട് ബസാറാണ്. കണ്ട ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ രാജീവ് ചോക്ക് മെട്രോ സ്റ്റേഷൻ. നമ്മൾ മറ്റേ ആ മാപ്പിൽ ഞാൻ കാണിച്ചിരുന്നതില്ലേടാ, അത് എക്സാക്ട്ലി കൊണാട്ട് പ്ലേസിന്റെ സെന്ററിൽ വന്ന് ഇറങ്ങും. നമുക്ക് ഇത്രയും ദൂരം നടക്കേണ്ടി വരില്ലായിരുന്നു. പക്ഷെ അതിന് നമ്മൾ 2 മെട്രോ മാറി കയറണം. അതിനേക്കാളും എളുപ്പം കുറച്ച് നടക്കുന്നതാണ്. പിന്നെ ഡൽഹിയുടെ ഒരു വൈബ് കിട്ടുമല്ലോ അല്ലേ? ആണ്ട ഇതൊക്കെയാണ്. ഇത് ബ്രെഡ് പക്കോടയാണ്. ഇത് പോയിക്കണല്ലടാ, ആപ്പിള് വിൽക്കാൻ വെച്ചിട്ട് അത് സാമ്പ്രാണി കട്ട കത്തിച്ച് വെച്ചേക്കുന്നതാണ്. നമ്മൾ ഡൽഹിയിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ നാട്ടിലെ വൃത്തിയെക്കുറിച്ച് ഓർത്തിട്ട് ഭയങ്കര ഒരു സന്തോഷം തോന്നും. ഗയ്സ്, ഇവിടെ ഓണായി വരുന്നതേ ഉള്ളു കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ശ്രദ്ധിച്ച വലിയ തിരക്കില്ലല്ലോ. അത് ഇനി ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴേ ഇവിടെയൊക്കെ ഒന്ന് ഓണായി ഉള്ളത്. ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഫുൾ ഓണാവും. ഇപ്പം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാവുന്നതേ ഉള്ളൂ ഗയ്സ്. ഞാൻ പറഞ്ഞില്ലേ, കണ്ട ഇത് നിനക്ക് എല്ലാ തൂണുകളുടെ അവിടെയും കാണാൻ പറ്റും. തുപ്പണ അത് ഗ്യാരണ്ടീഡാണ്. പക്ഷെ ഇതാണ് ഇവിടത്തെ ഒരു റിയാലിറ്റി എന്ന് പറയുന്ന ഇതാണ്. ഞാൻ ആദ്യം വന്നപ്പോഴും ഇതൊക്കെ കണ്ടപ്പോൾ എന്തുകൊണ്ടേ ഇത് തോന്നിയെങ്കിലും, പക്ഷേ ഈ ഓൾ ഓവർ ഇന്ത്യയിൽ നിന്ന് എല്ലാ തരത്തിലുള്ള എല്ലാ കിടയിലുള്ള ആൾക്കാരും വന്ന് സെറ്റിലാകുന്ന അല്ലെങ്കിൽ വന്ന് ലൈവ്ലിഹുഡ് ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവർ വരുമ്പം അവരുടേതായിട്ടുള്ള ഇതുപോലുള്ള കാര്യങ്ങളും കൊണ്ടുവന്ന് ഇവിടെ അങ്ങ് ഇംപ്ലിമെന്റ് ചെയ്യും. അതായത് തുപ്പി നാറ്റിക്കും. പോണ വഴിക്ക് ഒരു തുപ്പും തുപ്പിയിട്ട് അങ്ങ് പോവും. അതുകൊണ്ടാണ് നമുക്ക് ഹൽദിറാംസ് തുടങ്ങാന്ന് പറഞ്ഞത്. പക്ഷെ നല്ല മോർണിംഗ് കേട്ടാ. പേസ് വാക്കിംഗ് ആണെന്നോ രണ്ടുപേരും കൂടെ. നമുക്ക് അത് ഓട്ടം, ഇത് പേസ് വാക്കല്ല. നമുക്ക് പ്രാവ്. ഓയ്യോ, അല്ല അത് നീ കണ്ടിട്ടുള്ള എനിക്കൊന്ന് മുംബൈയിലാണെന്ന് തോന്നുന്നു. പക്ഷെ നല്ല ഭംഗിയല്ലേ. പട്ടി പ്രാവിനെ പിടിക്കാൻ നോക്കണ. ഹായ്, നീ ഓടിപ്പോ പറത്തു. പട്ടി സെക്യൂരിറ്റിക്ക് നിൽക്കണ. അശ്ശി അവിടെ പോടാ. വ്ലോഗ് എടുത്തോണ്ട് നിൽക്കുമ്പോഴാണ്. അങ്ങോട്ടില്ല, കുറച്ചുകൂടി ചെന്നോ. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നത്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയാലോ ഗൈസ്. പ്രാവ് വളർത്തൽ കേന്ദ്രം. ഇത് ആൾക്കാർ രാവിലെ കൊണ്ടുവന്ന്. ഓ എന്റെ മോനെ, എന്ത് ഭംഗിയത്. നടന്നു തന്നേടാ അങ്ങോട്ട്. ചെല്ല്. അത് എടാ വേണ്ട, സെക്യൂരിറ്റി വിളിച്ച്. വീട്ടിൽ പോയിരുന്നു. അതെ, നൈസായിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ചാടാം. ആരോ പ്രാവിന്റെ വീഡിയോ എടുക്കാൻ വന്ന് നിൽക്കുകയാണ് കേട്ടോ. സേവ് ദ ഡേറ്റ് ഷൂട്ടിന് വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു ഗൈസ്. ആരോ ഈ അണ്ണനാണ് വിളിച്ചത്. ശരിക്കും പറഞ്ഞാൽ സെക്യൂരിറ്റി അല്ല, പുള്ളിക്കാരെ ഇവിടെ തേന വിൽക്കുകയാണെന്ന് തോന്നുന്നു. കബൂത്തർ കേലി കിतना 50 രൂപയാണ്. ശരാ മേടിച്ചോടാ. ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ സേവ് ദ ഡേറ്റ് ഷൂട്ടാണെന്ന്. രാവിലെ 2 കൂടെ ഇറങ്ങിയൊക്കെയാണ് ഗൈസ്. എല്ലാരും പ്രാവിന് തെനയിട്ട് കൊടുത്തപ്പോഴത്തേക്ക് നമ്മൾ കുതിർത്ത പയറാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഹെൽത്തി കുട്ടന്മാരാണ്.
ശരി ഞാൻ ഫോട്ടോ ഇട്ടോ എടുത്തോ ആ എടുത്ത് വിതറിക്കോ ഓ നീ ഓമ്പടോ ആഹാ ആണ്ടാ അവർ പിന്നെ ഓടാൻ പോകുന്നത് കേട്ടാ ഗൈസ് ഗൈസ് ഞാൻ ഒരു സ്ലോ മോഷൻ എടുത്ത് നിങ്ങൾക്ക് ഇവരുടെ സേവ് ദ ഡേറ്റ് കാണിച്ചു തരാവേ അണ്ണ അതിൻ്റെ ഇടയിൽ സേവ് ദ ഡേറ്റ് മുടക്കിയായിട്ട് എത്തിയിട്ടുണ്ട് ഗൈസ് നൈസായിട്ട് ബാക്കി തീറ്റ കൊടുക്കട്ടെ അയ്യോ പ്രാവിനെ എറിഞ്ഞിട്ടാടി നീ അതുകൊണ്ട് 4 പ്രാവ് വീണ് ഗൈസ് ഓ എന്റെ മോനെ പൊളപ്പ ഷോട്ടായിരിക്കും കേട്ടോ അത് आप लोग शादी है കൺഗ്രാറ്റുലേഷൻസ് നമുക്കും വേണ്ട ഇവിടെ ഇങ്ങനെ ഒരു സേവ് ദ ഡേറ്റ് ഉണ്ടായിരുന്ന കൊള്ളായിരുന്നു അല്ലേ പ്രാവിന്റെ ഇടയിൽ കൂടെ ഓടായിരുന്നു ഇവിടെ നമ്മളെങ്കിൽ കേസ് ഞങ്ങൾ പ്രാവിന്റെ ഇടയിൽ കൂടെ ഓടുന്ന സേവ് ദ ഡേറ്റ് എടുത്തത് വീണ്ടും സൈഡിൽ കയറുമ്പോ വെളിയിൽ കൂടെ നടക്കാം വരൂ ഏതോ ഒരു ചെറുക്കൻ അവിടെ കാർ ഓട്ടിക്കുകയാണ് ക്രിസ്മസ് അപ്പൂപ്പൻ പോവാണ് കേസ് അത് കൊള്ളാല്ലേ ഒരു ക്രിസ്മസ് അപ്പൂപ്പന്റെ ചേട്ടനും കൂടെ കാർ ഓട്ടിക്കുകയാണ് ഡൽഹിയിലെ ഐക്കോണിക് റൗണ്ട് ബിൽഡിങ്സിനിടയിൽ തപ്പി അവസാനം നമ്മൾ കണ്ടുപിടിക്കാൻ വന്ന ഹൽദിറാംസ് എത്തി സുഹൃത്തുക്കളെ ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാം എടാ നീ ഷൂസ് പോളിഷ് ചെയ്യണ ആൾക്കാരെ കാണാറുണ്ടോ നമ്മളവിടെ ഇവിടെ ഉണ്ട് കണ്ടോ സെറ്റപ്പ് രാവിലെ ആണെങ്കിൽ ഒരു ഷൂസൊക്കെ പോളിഷ് ചെയ്ത് തന്നിട്ടുണ്ട് ഹൽദിറാംസ് ആഹാ ചൂടുണ്ട് ഇതിനകത്ത് നൈസായിട്ട് എവിടെയെങ്കിലും ഇരിക്കാം ഗൈസ് നമ്മൾ ഒരു പ്ലേറ്റ് ചോലെ ഭട്ടൂര് ഒരു പ്ലേറ്റ് ആലു പറാഠ ഓർഡർ ചെയ്യാനായിട്ടുള്ള പ്ലാനാണ് ഗൈസ് ഇവിടെ ടേബിളിൽ വന്നിരുന്നിട്ട് ഈ QR കോഡ് സ്കാൻ ചെയ്ത് ഓർഡർ ചെയ്താൽ സാധനം എത്തും അത് കൊള്ളാല്ലേ അപ്പൊ നമുക്ക് അവിടെ പോയി ക്യൂ നിൽക്കണ്ട അതെനിക്ക് അറിഞ്ഞിട്ടായിരുന്നു അത് അവർ പറഞ്ഞു തന്നപ്പോഴാണ് നമ്മുടെ ഇവിടെ ഈ സെറ്റപ്പ് ഉണ്ടായിരുന്ന കൊള്ളായിരുന്നല്ലേ മോളിലൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ പണി പോകുന്നു ഞാൻ ഒന്ന് ഓർഡർ ചെയ്തിട്ട് എൻ്റെ ഐറ്റം വന്ന് കണ്ട ഞാൻ ആലു പ്യാസ് പറാട്ടയും തൈര് ഒരെണ്ണം എക്സ്ട്രാ പറഞ്ഞു അത് എണ്ണ സിസിൽ ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങൾ കാണാൻ വയസ്സ് കാണാൻ തോന്നും കട്ടിച്ചായ അതെ നീ ഇതെല്ലാം കൂടെ അടിച്ചിട്ട് വരാം ഭക്ഷയ്ക്ക് കഴിക്കാൻ ഒരു പ്ലേറ്റ് ചോലെ ഭട്ടൂര് ബോൺ അപ്പറ്റീറ്റ് ഗൈസ് നല്ല സർവീസും നല്ല ഫുഡും ആയിരുന്നു പക്ഷേ ബാത്റൂം അത്ര എനിക്കൊരു പുട്ടും കടലയും രാവിലെ ഞാൻ കണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ ഫുഡ് കൊള്ളായിരുന്നു അബദ്ധവശാൽ ഞാൻ അവിടുത്തെ കക്കൂസിലൊന്ന് കയറിയതാണ് ഓക്കെ അപ്പോൾ ഇനി ഞാൻ പ്ലാൻ പറഞ്ഞു തരാം നമ്മൾ ഹൽദിറാംസ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മൾ കംപ്ലീറ്റ് പ്ലാൻ ചെയ്ത് കേസ് മഞ്ഞുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് മണാലി ഭാഗത്ത് മഞ്ഞുണ്ട് പിന്നെ അതിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള ഏരിയയിലൊക്കെ മഞ്ഞുണ്ട് കേസ് പക്ഷേ അവിടെയൊക്കെ ആൾക്കാർ ഒരുപാട് പോകുന്നതും സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്നതുമാണ് പക്ഷെ നമ്മൾ മഞ്ഞ് കാണുമ്പോൾ നമുക്കിങ്ങനെ കുന്ന് കണക്കിനുള്ള മഞ്ഞ് കാണണ്ടേ ഗൈസ് അപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഈ മണാലിയൊക്കെ എല്ലാവരും പോകണ സ്ഥലമാണ് ഗൈസ് നമുക്ക് അതിനേക്കാളും കുറച്ചുകൂടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള മഞ്ഞ് വേണം നമുക്ക് മഞ്ഞിൻ്റെ അകത്ത് പൂണ്ട് വിളയാടണം അങ്ങനത്തെ ഉള്ള മഞ്ഞ് എവിടെ കിട്ടുമെന്നൊരു ഐഡിയ ഇല്ല നമ്മളതിന് വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം പക്ഷെ അതിന് മുന്നേ നമുക്ക് ഒരു ട്രൈപോഡ് അല്ലെങ്കിൽ ഒരു മോണോപോഡ് സെറ്റ് ചെയ്യണം അപ്പോൾ അതിനൊരു കട കണ്ടുപിടിച്ച് നമ്മൾ ആ കടയിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ മാമാ വെള്ളം ഒഴിക്കല്ലേ കഷ്ടം പിന്നെ തോണ്ട ഓക്കെ ഇതിൻ്റെ അകത്തൊരു ട്രൈപോഡ് കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ ഗൈസ് എത്ര ട്രൈപോഡുകളാണ് വീട്ടിലിരിക്കുന്നത് ഈശ്വര അതൊന്നും പോരാഞ്ഞിട്ട് മറന്നു വെച്ചിട്ട് ഇതാ വന്ന് പുതിയത് വാങ്ങിച്ച് ഗൈസ് 2999 പറഞ്ഞ് 2500 തന്നു എന്നാലും അങ്ങനെ നമ്മളെ പറ്റിച്ചതാണ് അതിന് 2600 പറഞ്ഞ് അല്ല 2700 പറഞ്ഞ് അത് 600 ആക്കി 500 തരൂന്ന് പറഞ്ഞപ്പോ 500 തന്ന് അപ്പൊ അതേ പറ്റിപ്പല്ലേ എനിക്ക് ബാർഗെയിൻ ചെയ്യാൻ അറിഞ്ഞൂടാ ഗൈസ് എനിക്കാണ് ഹിന്ദി അറിഞ്ഞൂടാ പക്ഷെ ഞാൻ മറ്റേ മാർക്കറ്റിലൊക്കെ കൊണ്ടുപോയാൽ ഞാൻ വേണമെങ്കിൽ ഹിന്ദി അറിഞ്ഞൂടാ ഇവിടെ പിന്നെ ആരും ഇല്ല എന്തായാലും ഇത് വേണം ഗൈസ് ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പെട്ടു നമുക്ക് എല്ലാം ഇല്ലെങ്കിൽ ഹാൻഡ് ഹെൽഡ് ഷോട്ട്സ് ആയിപ്പോ ഓക്കെ വെൽക്കം ടു ദ ഫാമിലി അടുത്ത എവിടെയെങ്കിലും പോകുമ്പോ ഇത് വീട്ടിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഇതിപ്പോ പോകുമ്പോ ട്രിപ്പിന് തന്നെ മറന്നു പോകും എവിടെയെങ്കിലും അങ്ങനെ ചെയ്യല്ലേ ഇത് കൂടെ തന്നെ വന്നോണം കേട്ടോ കാരണം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ ഇല്ല ഞാൻ പിടിക്കില്ല ഓക്കെ ഗൈസ് ഇപ്പം ഇവിടെ തിരക്കായി തുടങ്ങി ഇപ്പൊ തിരക്കുണ്ടാവുന്ന നല്ല തിരക്കായില്ല അത്യാവശ്യം അല്ല ജോലി എടുക്കുന്നത് കറങ്ങാൻ വരുന്നവര് അങ്ങനെയുള്ളവരൊക്കെ ഇത് അങ്ങനത്തെ സ്പോട്ടാണ് ഇവിടെ എല്ലാരും വരും എന്ന് പറഞ്ഞാൽ ചില്ലടിക്കാനും ടൂറിസ്റ്റുകളും ഫോറിനേഴ്സ് ഒക്കെ വന്ന് ഇന്ത്യ എന്ന് പറഞ്ഞ ആദ്യം അലച്ചിയിൽ വരണ ഇങ്ങോട്ടാണ്
ഓക്കെ, നമ്മുടെ ഇന്ത്യയുടെ വലിയൊരു പതാക. നല്ല രസമുണ്ടല്ലേ അത്? ചായ വേണോ? അവിടെ കണ്ടിട്ട് എനിക്ക് ചായയിലോ ഗരമിലോ ഒരു ചൂട് ചായ കുടിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച നമുക്ക് ഇവിടെ നിൽക്കാം. അത് കാണുന്നുണ്ട്, അതുകൊണ്ട് ഇതിട്ട് മിക്സ് ആക്കണ പാത്രം കണ്ട. അതൊന്നും നമ്മൾ നോക്കാൻ പാടില്ല. അത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിന്നാൻ വലിയ മൂടൊന്നും വരില്ല. അത് വലിയ കുഴപ്പമില്ല, അത്യാവശ്യം വൃത്തിയുണ്ടെന്ന് തോന്നുന്നു. അതല്ല, ചേച്ചി അത് ഭയങ്കര സ്വാദിഷ്ടമായി തന്നെ, ചേച്ചിയല്ല പിള്ളേരാണെന്ന് തോന്നുന്നു, ഭയങ്കര സ്വാദിഷ്ടമായി കഴിക്കും. ഇവിടുത്തെ പാനിപൂരി വീട്ടിൽ നിന്ന് ചായ ഇട്ടുകൊണ്ടിരുന്ന ആൾക്കാരാണ് കേട്ടോ ഗൈസ്. നിങ്ങള് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഡൽഹി വന്ന് ഡൽഹിയിലെ കൾച്ചറൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഓക്കെ, ഇനി നീ ആദ്യമായിട്ട് അണ്ടർഗ്രൗണ്ട് ബസാറിലേക്ക് പോകാൻ റെഡിയാണോ? ഓക്കെ, നമുക്ക് പാലിക ബസാറിലേക്ക് വാങ്ങാൻ പറ്റൂലടാ, കാരണം നമുക്ക് ലഗേജ് കൂടി കഴിഞ്ഞാൽ പണിയാവും. നമുക്ക് വാങ്ങാനായിട്ട് വരാം ഡൽഹിയിലോട്ട്. നിന്നെ സരോജിനിയിലോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. എനിക്ക് പോകണമെന്ന് കുറെ നാളുകൊണ്ട്. ആണല്ലേ? ആദ്യം നമുക്ക് പാലിക ബസാറിലോട്ട് ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ഉണ്ട്. ഞങ്ങൾ മന്ദം പാലിക ബസാറിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ എന്ത് സാധനത്തിന് ബാർഗെയിനിങ് ആണ്. ബാർഗെയിനിങ് ഇല്ലാതെ ഒരു സാധനം വാങ്ങാൻ നമുക്കൊന്നും വാങ്ങണ്ട, വെറുതെ ബാർഗെയിൻ ചെയ്താലോ. തലയിൽ കാറ്റടിപ്പിക്കാൻ ഡ്രോൺ പറത്തി വിട്ടേക്കണം. ഒന്നും വാങ്ങിക്കണം, വേണമെങ്കിൽ ബാർഗെയിൻ ഒക്കെ ചെയ്ത് നോക്കിക്കോ. എല്ലാത്തിന്റെ ജാത സാധനവും എന്തൊക്കെ വേണോ അതെല്ലാം ഇവിടെ കിട്ടും. ടാറ്റു വേണോ? രാജീവ് ബുക്ക് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഇത് മൊത്തം തുണിയാണല്ലോ ഗൈസ്, അല്ലേ? ഇത് കളിപ്പാട്ട കടയാണ് കേട്ടോ. എന്താണ് അതിന്റെ അർത്ഥം? കുറച്ച് വില കുറയ്ക്കും, അത് മാത്രം മതിയല്ലേ നിനക്ക്? ലേഡീസ് പേഴ്സ് നോക്കണോ ഗൈസ്? ഈ പാലിക ബസാറിൽ വെച്ച് എനിക്കൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ട്. പണ്ട് നമ്മൾ കൂട്ടുകാരന്മാർ ഇതുപോലെ ഇവിടെ ബാർഗെയിൻ ചെയ്യാൻ വന്നിട്ട് ഒരു 2000 രൂപ പറഞ്ഞ സാധനം ഞങ്ങൾ ബാർഗെയിൻ ചെയ്ത് 500-നകത്ത് കൊണ്ടെത്തിച്ചു. എന്നിട്ട് 500-നകത്ത് കൊണ്ടെത്തിച്ചിട്ട് അപ്പം എന്തായാലും വാങ്ങണില്ല. അപ്പം ഞാൻ പറഞ്ഞ് ചേട്ടാ എന്നാ ഇതൊരു 200 രൂപയ്ക്ക് തരുകയാണെങ്കിൽ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ശരി 200 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. 200 രൂപയ്ക്ക് തരാന്ന് പറഞ്ഞ് കൈ വന്ന് എറിഞ്ഞ് വെച്ചിട്ട് മേളിലൊരു റൂമുണ്ട്, അവിടെ പോവാ 200 രൂപയ്ക്ക് തരാന്ന്. ഞാൻ അവിടെ നിന്ന് എന്റെ ജീവനും കൊണ്ട് ഓടിയ ഒരു ഓട്ടം ഉണ്ട് ഗൈസ്. പറഞ്ഞ എനിക്ക് അതെ. അപ്പൊ അങ്ങനെ എനിക്ക് ഓർമ്മ പോലും ഇല്ലടാ, അത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് വന്നതാണ്. അതുകൊണ്ട് നോക്കി കണ്ടുമൊക്കെ ബാർഗെയിൻ ചെയ്യണം. അതെ, അപ്പൊ ഇതാണ് എല്ലടി ഗൈസ്, അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് ഒക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് പാലിക ബസാർ. ഇനിയും അണ്ടർഗ്രൗണ്ടിലോട്ട് പോകും. അപ്പം ലെയർ ആയിട്ട് കിടപ്പുണ്ട്. നമുക്ക് മാറുന്നാണ്ട കണ്ട അങ്ങോട്ടൊക്കെ ഉണ്ടാ ഗൈസ്. ഇത് അങ്ങോട്ട് പോകുമ്പോൾ വേറൊരു ഏരിയ ആണ്, ഒരു വ്യത്യസ്തമായ ഒരു ഏരിയ ആണ്. നിങ്ങൾ ഡൽഹിയിലൊക്കെ വരികയാണെങ്കിൽ കണ്ടിരിക്കേണ്ട സാധനം വാങ്ങണമെന്ന് ഞാൻ പറയില്ല, കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഗൈസ്. നമ്മളൊരു റൗണ്ട് അടിച്ച് ഇവളൊരു പാവാട ചോദിച്ചേ 750. അയ്യോ, അവസാനം അത് എടുക്കാതെ അങ്ങേര് വിടൂല. കള്ള പന്നികളെ. പക്ഷെ നമുക്ക് ചുമക്കാൻ സ്ഥലം ഇല്ലാതായി പോയി. പറഞ്ഞാ ആ പാവാട ഇപ്പൊ നമ്മള് കൊണ്ട് ഇനി എവിടെയാണോ പോകണം. അതെ, അപ്പം അതുകൊണ്ട് എടുത്തില്ല. പക്ഷെ ബേസിക്കലി ബാർഗെയിനിങ് ഏരിയയാണ്. വുഡ്ലാൻഡിന്റെ ഒക്കെ ചാത്തം കേട്ടാ. വുഡ്ലാൻഡ് ജെന്യൂൻ ലെതർ എന്നൊക്കെ പറഞ്ഞ പേരുണ്ട് ഗൈസ്. ഇവിടെ വന്നിട്ട് നമ്മൾ ഇതുവരെ ഇത് ഇവിടത്തെ ഒരു മധുരക്കിഴങ്ങാടി ട്രൈ ചെയ്ത് നോക്കണം. അത് ഫുള്ള് മണ്ണൊക്കെ ആയിട്ട് തോന്നുന്നു. മണ്ണില വെച്ചേക്കണം അല്ലല്ലേ? ഫ്ലൈറ്റിലാണ് അത് ഉപയോഗിക്കുന്നേക്കെ. 70 രൂപ അകത്തുനിന്നൊക്കെ തോണ്ടിയെടുത്ത് തന്നാൽ കൊള്ളായിരുന്നു. ഇതിന്റെ ആദ്യത്തെ ഡൽഹി സ്ട്രീറ്റ് ഫുഡ് അതൊരു മധുരക്കിഴങ്ങാണ്. വയ്യയുടെ കൈ നീ നോക്കിക്കഴിഞ്ഞാൽ വയ്യയുടെ കൈയൊക്കെ ചുമന്നിരിക്കുന്നു ചെറുതായിട്ട്. അത് മസാലയൊക്കെ ഇടുന്നു കേട്ടോ. അത് ചാട്ട് മസാല ആണെന്ന് തോന്നുന്നു. ചാമ്പല് വരെ ഇടുമ്പോലെ. നാരങ്ങ പിഴിഞ്ഞ് എണ്ണ ഒരു പൊളപ്പ സാധനം ഉണ്ടാക്കി തരണത്. ഇതിന്റെ അകത്തുനിന്നൊക്കെ പോക അത് കുമിഞ്ചായിട്ടേക്കണം അതിന്റെ അകത്ത്. ടൂത്ത് പിക്ക് ഒക്കെ ഉണ്ട്. 2 പേരായിട്ട് 2 ചൂത്തിട്ടേ. ഇതാണ് ഗൈസ് നമുക്ക് കിട്ടിയ സാധനം. ഞാൻ ഒന്നുകൂടെ ചോദിക്കണം, നിനക്ക് വേണോ? ഇത് ഞാൻ തിന്നണം നിർബന്ധം ഉണ്ടെങ്കിൽ നിർബന്ധമില്ല. പിന്നെ വേണ്ടല്ലേ?
ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ടേസ്റ്റ് കാണും മധുരക്കിഴങ്ങല്ലേ, പക്ഷെ വൃത്തിയുടെ കാര്യത്തിലാണ് അതുകൊണ്ടാണ്. ടേസ്റ്റ് ഇല്ലായിരുന്നെങ്കിലും കഴിക്കാം. വൃത്തിയായിട്ട് തോന്നിയില്ലല്ലോ. ഇതാണ് ഇവിടെ സ്ട്രീറ്റ് ഫുഡ്. ഇതെങ്ങനെ ഇതെല്ലാരും വാങ്ങി കഴിക്കണം? ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും കഴിക്കണം. ശ്രദ്ധിച്ചാ ഇവിടെ ഉള്ളവർക്കൊക്കെ ഇരുമ്പ് വയറാണ്. ഇവിടെ പഠിച്ചോണ്ടിരുന്ന സമയത്ത് എനിക്ക് ഇരുമ്പ് വയറാണ്. വയറിന്റെ കാര്യമില്ല, ഇത് കണ്ടിട്ട് നമ്മൾ എങ്ങനെ വാങ്ങി കഴിക്കണം? എനിക്ക് തോന്നുന്നു ഇഗ്നോർ ആയി പോകുന്നോണ് കേട്ടോ. ശീലമാവണോണ്ടായിരിക്കും. കൊച്ചിലെ മുതലേ കണ്ട് വളരുന്ന കാര്യം നോർമലൈസ് ആകുമ്പോഴത്തേക്കും അവർക്ക് ഇതിൽ വലിയ അത്ഭുതം തോന്നൂല. പിന്നെ അവർക്ക് പ്രശ്നമൊന്നും വരണില്ലല്ലോ. അതെ, കൊള്ളാം ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. വൃത്തിയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. ഞാനിപ്പോൾ തിന്ന സാധനം ആ നിൽക്കുന്ന എല്ലാ പൊമ്പിളറും തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർക്ക് കുഴപ്പം പറ്റിയില്ലെങ്കിൽ എനിക്കും കുഴപ്പം പറ്റൂല. അവരെല്ലാം നല്ല ടേസ്റ്റോടുകൂടി തന്നെയാണ് തിന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. എനിക്ക് ഒരു ഐഡിയയും കിട്ടണില്ല നമ്മൾ എങ്ങോട്ട് പോകുമെന്ന് ഗൈസ്. എവിടെ കിട്ടും മഞ്ഞ്? മഞ്ഞ് എവിടെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്? എനിക്കൊന്ന് മണാലിയിലുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ എനിക്ക് മണാലി അല്ലാതെ വേറൊരു സ്ഥലം അറിഞ്ഞുകൂടാ. ഞാൻ മിക്കവാറും ഒരു ഭ്രാന്തനെ പോലെ ഇവിടെ അലയാൻ പോവുകയാണ്. എവിടെയായിരിക്കും മഞ്ഞ് കിട്ടാൻ പോകുന്നതെന്ന് നമുക്ക് ആരുടെയെങ്കിലൊക്കെ ചോദിച്ചു നോക്കിയാലോ. भैया बर्फ कहाँ पर दिखता है? मनाली पे मिल जाओगे? और कोई जगह है? मनाली साइड में अभी बंद हो रही है. മണാലി സൈഡ് മേ. താങ്ക് യു ഭയ്യ. അണ്ണൻ പറഞ്ഞു ഗൈസ്, ഞാൻ ആദ്യം വിചാരിച്ചാൽ നോക്കി വിട്ടാണെന്ന്. പക്ഷെ അല്ല, അണ്ണൻ എന്നെ ഹെൽപ്പ് ചെയ്തു. മണാലി കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ അതാണ് ഗൈസ്, മണാലി അല്ല. നമുക്ക് മണാലി അല്ലാതെ വേറെ എവിടെ മഞ്ഞ് കിട്ടും? भैया मनाली के अलावा बर्फ कहाँ पर दिखता है? आपको उत्तराखंड में मिल जाएगा. उत्तराखंड पे कहाँ पर? आप मसूरी से धनौल्टी जा सकते हो आप. इसके अलावा तुंगनाथ जा सकते हो, केदारनाथ जा सकते हो. केदारनाथ का ट्रैक है. इफ यू डू इट വെരി നൈസ്. ഓ താങ്ക് യു. കേദാർനാഥ് ട്രക്ക്. പിന്നെ ചേട്ടൻ വേറെ 4-5 പേര് പറഞ്ഞു. ഒന്നും ഞാൻ ജമ്മത്ത് കേട്ടിട്ടില്ലാത്ത സാധനങ്ങൾ. അത് നമ്മൾ നോട്ട് ചെയ്യുന്നതാണ് സുഹൃത്തുക്കളെ. ഏറ്റവും കൂടുതൽ മഞ്ഞുള്ള സ്പോട്ട് ഇതിൽ നിന്ന് നമ്മൾ കമ്പൈൽ ചെയ്ത് എടുത്തിട്ട് അവിടെ നമ്മൾ പോകുന്നതായിരിക്കും ഗൈസ്. ഭയ്യ മണാലിക്ക് അലാവ ബർഫ് കहाँ पर दिखता है पता है आपको? नहीं. ആ ചേട്ടൻ മഞ്ഞ് എന്താണെന്ന് പോലും കേട്ടിട്ടില്ല. മഞ്ഞ് ഗൈസ്, ആരെങ്കിലുമൊക്കെ എനിക്ക് മഞ്ഞ് എവിടെ കിട്ടുമെന്ന് ഒന്ന് പറഞ്ഞു തരൂ. ഈ പെങ്കൊച്ചിൻ്റെ അടുത്ത് ചോദിച്ചേക്കാം. एक्सक्यूज मी, मनाली के अलावा बर्फ कहाँ पर दिखता है पता है आपको? मनाली के अलावा बर्फ? हाँ जी, लेह लद्दाख में. और सबसे ज्यादा बर्फ कहाँ पर होता है? उत्तराखंड में शिव जी का जो टेम्पल है वहाँ पे. केदारनाथ. जी. താങ്ക് യു. ഓ, ആരോ കാത്തു നിൽക്കുന്ന നാണം വന്നതുകൊണ്ട് ഗൈസ്. പാവം. കേദാർനാഥ് ഒരു വലിയ ഓപ്ഷനാണ് ഗൈസ്. ഞാൻ കേദാർനാഥ് ട്രക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഗൈസ്. ഈ ഇവിടെ കിഴങ്ങ് വിൽക്കണ മാമൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. सबसे ज्यादा बर्फ इंडिया में कहाँ पर दिखता है? बर्फ कहाँ पर गिरता है सबसे ज्यादा? कश्मीर में, हिमाचल में. कश्मीर में और हिमाचल में. उत्तराखंड, देहरादून, केदारनाथ. थैंक यू जी. नाम क्या है आपका? लक्ष्मण. താങ്ക് യു ഗൈസ്. കിഴങ്ങ് വിറ്റോണ്ടിരുന്ന ലക്ഷ്മണൻ ചേട്ടൻ ആദ്യം പറഞ്ഞ പേര് നിങ്ങൾ കേട്ടായിരുന്ന? കാശ്മീർ. സത്യം പറഞ്ഞാണല്ലോ ഗൈസ്, ട്രിപ്പ് പറഞ്ഞു തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞതാണ് കാശ്മീരെങ്കിൽ കാശ്മീർ നമ്മൾ പോയിട്ട് ഇടങ്ങുള്ളത്. മണാലി വേണ്ട ഗൈസ്, നമുക്ക് കാശ്മീർ പിടിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ് നാളെ കണ്ണ് തുറക്കുമ്പോഴത്തേക്കും നമ്മൾ കാശ്മീരിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു കാശ്മീരിലോട്ട് ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ ഫ്ലൈറ്റ് നോക്കി ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് നേരെ വിടാം നമുക്ക് കാശ്മീരിലോട്ട്. ആലോചിച്ച് നോക്കുക ഗൈസ്, ഒറ്റ മൈൻഡ് സെറ്റിൽ പോവാൻ നമുക്ക് വലിയ കൊതിയാണ്. കാശ്മീരിലോട്ട് പോയാലാടാ ഗൈസ്. മണാലി കേദാർനാഥൊക്കെ ഒരുപാട് ഞാൻ കേട്ടെങ്കിലും തുടക്കം മുതൽ എന്തോ എൻ്റെ മനസ്സിൽ കാശ്മീർ അങ്ങനെ കിടക്കുകയാണ്. നമുക്ക് കാശ്മീരിലോട്ട് തന്നെ പോവാം ഗൈസ്. ടിക്കറ്റ് ഉണ്ടാക്കാൻ നോക്കട്ടാ ഗൈസ്. ഞാൻ ടിക്കറ്റ് ഒന്നും ഉണ്ടാകുന്ന നോക്കിയിട്ട് വരട്ടെ ഗൈസ്. ഒന്നും നോക്കിയില്ല, നമ്മൾ ശ്രീനഗറിലോട്ട് ടിക്കറ്റ് എടുത്ത് ശ്രീനഗർ ചെന്നിട്ട് നമുക്കിത് നോക്കാം കാശ്മീരിൽ എവിടെയാണ്. അയ്യോ നിന്നെ കണ്ടില്ല പെട്ടെന്ന്. കാശ്മീരിൽ എവിടെയാണ് മഞ്ഞുള്ളതെന്ന്. അപ്പോൾ 2 ടിക്കറ്റ് എടുത്ത് ഗൈസ്. നമുക്ക് 7:15 അങ്ങോട്ടുള്ള ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു 4 മണിയാകുമ്പോൾ ഇറങ്ങണം. റെഡിയാണാടാ നീ കാശ്മീരിലോട്ട് പോകാൻ? ഗൈസ്, ഓരോ നിമിഷം കഴിയുമ്പോഴും നമ്മൾ മഞ്ഞിനോട് ഓരോരോ ഇഞ്ച് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ മഞ്ഞിൽ വീണ് നമ്മൾ മഞ്ഞിൽ പുതയുന്ന നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വി ഹോപ്പ് കാശ്മീരിൽ മഞ്ഞ് കാണുമെന്ന്. ശ്രീനഗർ കാശ്മീരിൽ തന്നെ അല്ലേ? അങ്ങോട്ടാണ് ഞാൻ ടിക്കറ്റ് എടുത്തേക്കുന്നത് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എന്തായാലും ഹലോ, ആണോ? നമസ്കാരം, സന്തോഷം. ആണോ? സന്തോഷം ബ്രോ. ഡൽഹിയിലാണോ താമസം? നോയിഡ. സന്തോഷം കണ്ടത്. വ്ളോഗിലാണ്. ശരി, സന്തോഷം കണ്ടാലും. ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ തിരക്കാവുമെന്ന്, അതേ കണക്ക് തന്നെ തിരക്കായി ഇവിടെ. ഒരു ഐഡിയ ഇല്ല ഏട്ടാ നമ്മൾ എങ്ങോട്ടൊക്കെയാണ് പൊക്കോണ്ടിരിക്കണേന്ന്. ഗൈസ്, ഞാൻ പറഞ്ഞ കണക്ക് ഒറ്റ മൈൻഡ്
നമുക്കിനി ഫ്ലൈറ്റ് കയറാം. പക്ഷെ അതിന് മുന്നേ എനിക്ക് വിശക്കുന്നു. ഞങ്ങൾ പോയപ്പോൾ കഴിക്കട്ടെ. തൽക്കാലം നമ്മൾ ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ് ഗൈസ്. ഈ വ്ളോഗ് തുടങ്ങാൻ നേരം നിങ്ങൾ ആലോചിക്കണം, നമ്മൾ വീട്ടിലായിരുന്നു. ഇപ്പോൾ ദാ ഡൽഹിയിൽ കൊണാട്ട് പ്ലേസിൽ ആൾക്കാരോട് ഒപ്പീനിയനും ചോദിച്ച് ഇവിടുത്തെ മുട്ടക്കാട്ടം തിരക്കിനിലേക്ക് കൂടെ നമ്മൾ നടന്നു നീങ്ങുകയാണ്. ലൈഫ് ടേക്സ് അസ്, അങ്ങനെ എന്തോ ഒരു ഇംഗ്ലീഷ് കോട്ട് ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. പക്ഷേ ജീവിതം നമ്മളെ വളരെ വ്യത്യസ്തമായ പല വഴികളിലൂടെ കൊണ്ടുപോകാറുണ്ട്. ആ മലയാളമാണ് നല്ലത്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഈ വ്ളോഗ് നമ്മൾ എൻഡ് ചെയ്യാണ്. പക്ഷേ ഒരു ടാറ്റ കൊടുക്കടാ, ഇപ്പം തണുപ്പ് കുറവില്ലേ? വെയിൽ വന്നു തുടങ്ങി. ഓക്കെ, അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ഞങ്ങൾ കഴിക്കാൻ പോട്ടെ.